രാവിലെ തന്നെ ഞാൻ കോഫി ഗ്രെയിനൊക്കെ മെഷീനിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് സാറ്റർഡേ ഞാൻ രാവിലെ എഴുന്നേൽക്കാറൊന്നുമില്ല. പക്ഷേ എൻ്റെ ബിസിനസ്സിൻ്റെ പരമായിട്ട് എനിക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നല്ല ഉണർവായിട്ടിരിക്കാൻ വേണ്ടി ഒരു കപ്പുച്ചിനോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോഫി ഗ്രെയിനൊക്കെ പൊടിച്ചു വന്നു. അപ്പോൾ ഞാൻ കോഫി മെഷീനിലേക്ക് എൻ്റെ കോഫി ഗ്രെയിൻസൊക്കെ ഇട്ടു. അതവിടെ ഒരു സൈഡിൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി പാലെടുത്തിട്ട് കപ്പിൽ കുറച്ചൊഴിച്ചുവേ. നിങ്ങൾ നോക്കി അതിൻ്റെ ബോട്ടം കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഈ അടുത്ത് മേടിച്ചൊരു ഫ്രോത്തർ. എനിക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ഫ്രോത്തിങ് മെഷീൻ ഉണ്ട്. അത് ഞാൻ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. എനിക്കിങ്ങനെ പതച്ച് കപ്പുച്ചിനോ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് കപ്പിലിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ പതപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയേ, ആ അടിയിൽ കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പതഞ്ഞു വന്നപ്പോൾ പതഞ്ഞ് പൊങ്ങി കപ്പ് നിറഞ്ഞു. ശരിക്കും നോക്കി പതഞ്ഞ് നല്ല ഐസ്ക്രീമിൻ്റെ മാതിരിയായി അല്ലേ. അത് ചരിച്ചാലൊന്നും താഴേക്കൊന്നും വീഴുമൊന്നുമില്ല, അത്ര തിക്കായിട്ടിരിക്കണേ. ഒട്ടും എന്താ പറയുക, ഒട്ടും പാൽ അതിനകത്ത് കാണുന്നില്ല. പാലാന്ന് തോന്നുന്നോടില്ല. നോക്കി അത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. രാവിലെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരുവിധം പത നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിന്നൊന്നും കമത്തിയാലൊന്നും വീഴാത്ത രീതിയിലായി കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് നിർത്തിയിട്ടോ. എന്നാലും എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഞാനതിങ്ങനെ വച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി ഗ്ലാസ്സിൽ നിന്നൊന്നും താഴെ വീഴാതിരിക്കണുണ്ടപ്പോൾ. അതിനിത് ഞാൻ എൻ്റെ കോഫി റെഡിയായത് അതിനകത്തേക്ക് സൈഡിൽ കൂടെ കുറച്ച് പോർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ പത എന്താണ് നമ്മൾക്ക് നടുക്കേറി ഒഴിച്ച് കഴിഞ്ഞാൽ പത എങ്ങനെ പോവും, അത് പത കെട്ടുപോവും, അങ്ങനെയല്ലേ പറയുക. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ ഒഴിച്ചു. നോക്കിയാൽ ഇപ്പോൾ കോഫിയും മിൽക്കും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം കണ്ടോ. മിൽക്ക് അത്രയും പതയുണ്ടായിരുന്നു, ഇത്തിരി മിൽക്ക് ഒഴിച്ചത്. അപ്പോഴത്തേക്കും എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ടൈമായി. ഞാൻ എന്നിട്ട് പോയി ട്രെയിനിങ്ങിന് പോയിരുന്നു.